ഇന്നത്തെ അവ്യക്ത പാലനയ്ക്കുള്ള അല്ലെങ്കിൽ അവ്യക്ത ഇഷാര ബാബ പറയുന്നത്, ഏകാന്തപ്രിയനായി മാറണമെങ്കിൽ ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കും. നമുക്കറിയാം, ഈ ലോകത്തിന് മുമ്പിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ പതാക പാറിപ്പറക്കണം. അതിനായി 2 വാക്കുകൾ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരും, പ്രാക്ടിക്കലിൽ കൊണ്ടുവരും. 2 വാക്കുകൾ, അത് സർവസംബന്ധത്തിലും പരസ്പരം ഐക്യം കൊണ്ടുവരിക. സംബന്ധത്തിലും ഐക്യം വേണം, സമ്പർക്കത്തിലും ഐക്യം കൊണ്ടുവരും. നമുക്കറിയാം, ഇന്ന് ലോകത്തെല്ലാവർക്കും അനേകം സംസ്കാരങ്ങളാണ്, പല പല സ്വഭാവങ്ങളാണ്. പക്ഷെ ആ അനേകതയിൽ ഏകത, ദൃഢത ഇതെല്ലാം കൊണ്ടുവരിക. 2 വാക്കതാ, ഏകത, ദൃഢത, ഇത് കൊണ്ടുവരിക. ഈ ഏകതയും ദൃഢതയും കൊണ്ടുവരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും സഫലതയുണ്ടാവും. നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ ഐക്യത്തിന് ചിലപ്പം കോട്ടം തട്ടാറുണ്ട്, ഐക്യം അതൊന്നും ഇല്ലഞ്ഞേക്കാം. പക്ഷെ ബാബ പറയാണ്, അവർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം. അങ്ങനെ ചിന്തിക്കണ്ട. പിന്നെയോ, എൻ്റെ പരിവർത്തനത്തിലൂടെ ഈ ലോകത്തിന്റെ പരിവർത്തനം കൊണ്ടുവരാം. അവര് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യും. അവർക്കാകാമെങ്കിൽ എനിക്കെന്തായിക്കൂടാ? ഇതാണ് ഏകത പോകാനുള്ള കാരണം. അവരങ്ങനെ ചെയ്തു, ആയിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. അവർക്കങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ രണ്ടാമത്തെ ഒരു ചിന്ത വരികയാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആട്ടെ ഉണ്ട്, അവരൊക്കെ അങ്ങനെ ചെയ്തു, ഞാനും അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരാൾക്ക് മാത്രം നിയമമൊന്നും പോരല്ലോ, എല്ലാവരും പാലിക്കണ്ടേ. അവർ തെറ്റിക്കാമെങ്കിൽ ഞാനും തെറ്റിക്കും, അവരങ്ങനെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ എന്ത് പറയും? അവിടെ ഏകത, യൂണിറ്റി പോയിട്ട് ആ ഒന്നിനുള്ളിൽ പല ഭാവനകൾ വരും. അവരങ്ങനെ ചെയ്തോട്ടെ, എനിക്കെന്താ? എൻ്റെ പരിവർത്തനത്തിലൂടെ മാത്രമല്ലേ എനിക്ക് എൻ്റെ വിശ്വത്തെ മാറ്റാൻ സാധിക്കുള്ളൂ. അവർ അവരുടെ സ്വഭാവത്തിലൂടെ അവരുടെ ലോകം ക്രിയേറ്റ് ചെയ്യുന്നു, എൻ്റെ സംസ്കാരത്തിലൂടെ ഞാൻ എൻ്റെ ലോകം ക്രിയേറ്റ് ചെയ്യുന്നു. ഭാവിയിൽ എൻ്റെ രാജ്യം വേറെ, അവൻ്റെ രാജ്യം വേറെ, എൻ്റെ പ്രജകൾ വേറെ, അവരുടെ പ്രജകൾ വേറെ, എൻ്റെ ഭക്തർ വേറെ, അവരുടെ ഭക്തർ വേറെ, എൻ്റെ ക്ഷേത്രം വേറെ, അവരുടെ ക്ഷേത്രം വേറെ. അപ്പൊ എൻ്റെ സംസ്കാരത്തനുസരിച്ചുള്ള രാജ്യമായിരിക്കും, ക്ഷേത്രമായിരിക്കും എനിക്ക് കിട്ടുക. അവന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ അവരുടെ രാജ്യം അങ്ങനെ ആയിക്കോട്ടെ, ഇപ്പൊ ഞാനെന്ത് ചെയ്യാനോ? അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ഞാനും ചെയ്യും എന്ന് വാശി പിടിച്ച് ആ മറ്റുള്ള തെറ്റുകളെ ഫോളോ ചെയ്യരുത്. പകരം സ്വപരിവർത്തന വിശ്വപരിവർത്തനം എന്ന സ്ലോഗനെ മുറുകെ പിടിക്കൂ. അല്ലാതെ ലോകം മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം, വിശ്വപരിവർത്തനത്തിലൂടെ സ്വപരിവർത്തനം, അതല്ല നമ്മുടെ സ്ലോഗൻ. അപ്പോ മാറ്റം അതെന്റെ ആവശ്യമാണ്, എന്നിലൂടെ മാത്രമേ മാറ്റം സംഭവിക്കുള്ളൂ. ഇതിലേക്ക് വരും. അങ്ങനെ ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കുന്നതിൽ നമുക്ക് എന്താകാം? ഏകാന്തപ്രിയരായി മാറാൻ സാധിക്കും. ഓം ശാന്തി.